ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ കൂർക്ക വിളയിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ പലരും കൂർക്ക വെക്കാൻ സാധ്യതയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നമ്മുടെ ഒരു വിചാരം എന്ന് പറയുന്നത് കൂർക്ക വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒത്തിരി പ്രയാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂർക്ക വിളഞ്ഞു വരുമ്പോഴത്തേക്ക് പലരും കൊണ്ടുവന്ന് കൂർക്ക വെച്ച് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ മണ്ണിട്ട് പോത്തേ ഉള്ളൂ. അങ്ങനെ വെച്ചാൽ കൂർക്ക നന്നായിട്ടുണ്ടാവില്ല. നമ്മൾ കൂർക്ക വെക്കുമ്പോൾ എപ്പോഴും കൂർക്കയുടെ കിഴങ്ങ് നമ്മളൊരു 2 മാസം മുന്നേ കൊണ്ടുവന്ന് പാകി മുളപ്പിച്ചിട്ട് അതിൻ്റെ തണ്ട് ഒടിച്ചെടുത്ത് നട്ടെങ്കിൽ മാത്രമേ കൂർക്ക ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നമ്മൾ മറ്റുള്ള വിളകളുടെ കൂട്ട് കൊണ്ടുവന്ന് കുഴിച്ചിടുകയല്ല ചെയ്യേണ്ടത്. കുഴിച്ചിട്ട് സാധാരണ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 മാസം മുമ്പ് തന്നെ ഞാൻ ഏകദേശം 2 മാസം മുമ്പ് തന്നെ ഏകദേശം കൊണ്ടുവന്ന് ഇതുപോലെ ഗ്രോ ബാഗിൽ നടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ ചെറുതായിട്ട് തറ എടുത്തിട്ട് ഒരു വാരം കോരി ശകലം ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് തറ നട്ട് കിളിപ്പിച്ചതിന് ശേഷം അതിൽ നിന്ന് ഒടിച്ചെടുത്ത തണ്ടുകളാണ് ഇവ. എന്നിട്ട് പോലും ചിലതിനകത്ത് തണ്ട് കിളിച്ച് വന്നതിനകത്ത് ചെറിയ ചെറിയ കൂർക്കയൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് കണ്ടോ ചെറിയ കൂർക്കകൾ ഉണ്ടായി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഏകദേശം തണ്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് തണ്ട് ഉണ്ടായതിനു ശേഷം ഒടിച്ചെടുക്കാവുന്നതാണ്. അതിനൊരു ഒരു 1/4 കിലോ കൂർക്ക കിഴങ്ങ് മാത്രം മതി. അല്ലാതെ 1 കിലോ ഒന്നും വേണ്ട. നമുക്ക് ശകലം ഗ്രോ ബാഗിലേക്കൊക്കെ വെക്കണമെങ്കിൽ അത് മതി. പിന്നെ അതുപോലെ തറയിൽ വെക്കണമെങ്കിൽ തന്നെ നമുക്ക് ഈ തണ്ട് ഇത് തന്നെ ഒരുപാടുണ്ട്. നമ്മൾ നന്നായിട്ട് വെക്കാമെങ്കിൽ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. നല്ല വെയിൽ വേണം. വെയിലുണ്ടെങ്കിൽ മാത്രമേ കൂർക്ക നന്നായിട്ട് ഉണ്ടാവുകയുള്ളൂ. തണലത്ത് വെച്ചാൽ കൂർക്ക കിഴങ്ങ് പിടിക്കത്തില്ല, ഇത് വളർന്നു പോകത്തേ ഉള്ളൂ. അപ്പോൾ കൂർക്കയ്ക്ക് നന്നായിട്ട് ഉണ്ടാവാൻ നമ്മൾ പലരും ചെയ്യുന്നത് ചാണകപ്പൊടി ഇടും. അത് ചാണകപ്പൊടി ഒരു കാരണവശാലും നമ്മൾ ഈ വിളയ്ക്ക് ചാണകപ്പൊടി കിഴങ്ങുണ്ടാവണമെങ്കിൽ ചാണകപ്പൊടി ഇടല്ലേ. കാരണം പൊട്ടാഷ് വളങ്ങളാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ചേർക്കേണ്ടത്. പൊട്ടാഷ് വളങ്ങൾ ചേർത്തെങ്കിൽ മാത്രമേ കൂർക്ക നന്നായിട്ട് വിളവ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ കൂർക്ക നല്ല സ്വാദുണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ആദ്യമേ മണ്ണ് ഒരുക്കണം. ഇതെല്ലാം മണ്ണ് ഒരുക്കി വെച്ചിരിക്കുന്ന മണ്ണായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ടോ, ഇതെല്ലാം കുമ്മായം ചേർത്താണ്. ഇപ്പോഴും കുമ്മായത്തിൻ്റെ ചെറിയ പീസുകളുണ്ട്. കുമ്മായം ചേർത്ത് 15 to 20 ദിവസം വരെ ഏകദേശം വെയിൽ കൊള്ളിച്ച മണ്ണാണിത്. അപ്പോൾ അങ്ങനെ വെയിൽ കൊള്ളിക്കുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇവയുടെ അതായത് ഈ കുമ്മായത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇതിനകത്തേക്കുള്ള ഈ സൂക്ഷ്മാണുക്കൾ, അതായത് നമുക്ക് വേണ്ടാത്തതും വേണ്ടുന്നതും എല്ലാം നശിപ്പിക്കുകയാണ് സാധാരണ കുമ്മായം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അതിനെ ശുദ്ധീകരിക്കുകയാണ് ഈ മണ്ണിനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത മണ്ണിനെ നമ്മൾ ഇടുമ്പോൾ ഈ കൂർക്ക ഉണ്ടാകുമ്പോൾ കൂർക്കയ്ക്ക് അഴുകൽ രോഗം ഉണ്ടാകാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂർക്ക ഉണ്ടായി തുടങ്ങുമ്പോൾ കൂർക്ക ഉണ്ടായി തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കിഴങ്ങുകൾ ചിലത് വെള്ളം കൂടുവാന്ന് തന്നെ അഴുകി തുടങ്ങും. അപ്പോൾ വെള്ളം ഒരുപാട് കൊടുക്കാനും പാടില്ല. അത് അങ്ങനെ വരുമ്പോൾ ഇതിനേക്ക് നമ്മൾ വളം ചേർത്ത് കൊടുത്ത് അങ്ങ് വെക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് വളം ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ മണ്ണെടുക്കുക. ഈ മണ്ണിലേക്ക് ഞാൻ ചേർക്കുന്നത് കമ്പോസ്റ്റായ കോഴിവളം. ഇത് കമ്പോസ്റ്റായ കോഴിവളമാണ്. കമ്പോസ്റ്റ് ആക്കുന്നത് ഇത് കമ്പോസ്റ്റ് ആയതിന് എങ്ങനെയാണ് കമ്പോസ്റ്റ് ആക്കിയെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യും, അത് കാണണം. അപ്പോൾ ഇത് കമ്പോസ്റ്റ് ആക്കിയ കോഴിവളമാണ്. നിങ്ങളൊരു കാരണവശാലും ഡയറക്റ്റായിട്ട് കോഴിവളം കിട്ടുന്നത് കൊണ്ടുവന്ന് ഒരു വിളക്കും ഇടരുത്. കോഴിവളം കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷം മാത്രമേ ഇടാവൂ. കോഴിവളം എന്ന് പറയുന്നത് കൂടുതലും കോഴിവളത്തിൽ പൊട്ടാഷ് വളങ്ങളാണ്. നമ്മൾ ഒരുപാട് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ നൈട്രജനും ഉണ്ട്, എന്നാൽ പൊട്ടാഷാണ് കൂടുതലായിട്ടുള്ളത്. അപ്പം ഇതിലേക്ക് കൂടുതലിടുമ്പോൾ ഈ ചൂടിളകും. അതായത് കമ്പോസ്റ്റ് ആക്കാത്ത കോഴിവളമാണെങ്കിൽ ഇതിലേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ചൂട് വരും. ചൂട് വരുന്നതിന് സമമായിട്ട് ഈ തണ്ടെല്ലാം അഴുകിപ്പോകും. അത് എന്ത് വിളകൾക്കാണെങ്കിലും നമ്മൾ അങ്ങനെ കൊണ്ട് ഇടാൻ പാടുള്ളത്. അപ്പം കമ്പോസ്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചൂട് പൂർണ്ണമായിട്ട് മാറി നല്ല തണുപ്പാണ്. ഇതിന് നല്ല തണുപ്പുള്ള ഒരു വസ്തുവായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇത്രയും ഇട്ട് ഇനി ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കുക. ഈ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത ഈ മണ്ണുമായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. അതിനുശേഷം ഇടേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചാരം കമ്പോസ്റ്റ് ആക്കിയതാണ്. ചാരം കമ്പോസ്റ്റ് ആക്കുന്നത് നിങ്ങൾ പ്രത്യേകം കണ്ടു നോക്കുക. അത് ഞാൻ ഉടനെ ഇടും. അപ്പോൾ ചാരം കമ്പോസ്റ്റ് ആക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാരം ഡയറക്റ്റ് അടുപ്പിൽ നിന്നുള്ള എടുക്കുന്നത് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അതും വിളകൾക്ക് ദോഷമാണ്. അതിൽ നിന്നും ഇവയെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കണമെങ്കിൽ ഇതേപോലെ കമ്പോസ്റ്റ് ആക്കി എടുക്കുക. കമ്പോസ്റ്റ് ആക്കി എടുക്കുന്നത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, എളുപ്പം തന്നെ പറ്റും. നമുക്ക് ഒരു ചാക്കും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ ഇവയെല്ലാം കമ്പോസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് ചാരം കമ്പോസ്റ്റും ഇതിലേക്ക്
ഇതിലേക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് ഒരു ഗ്രോ ബാഗിലേക്കാണെങ്കിൽ ഒരു 100 മുതൽ 200 ഗ്രാം വരെ വേപ്പിൻ പിണ്ണാക്ക് ഇടാം. അപ്പം ഈ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്തിട്ട് പോവാത്തതാണെങ്കിൽ തന്നെ അതിൽ നിന്നുള്ള ഈ കീടരോഗങ്ങൾ ഉണ്ടാക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം നശിച്ചു പോകും. അപ്പോൾ ഇവയെല്ലാം നന്നായിട്ടിനി നമ്മൾക്ക് ഇളക്കി ചേർക്കണം. നന്നായിട്ട് ഇളക്കി ചേർത്തെങ്കിൽ മാത്രമേ ഗുണം കിട്ടുകയുള്ളൂ. ഒരുപാട് കൂടിക്കിടന്നാലും ഇവയ്ക്ക് അത് ദോഷമാണ്. നമ്മൾ എന്ത് വിളകൾക്ക് എന്ത് മണ്ണ് ചേർക്കുകയാണെങ്കിലും പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇവയെല്ലാം കൂട്ടി കലർത്തിയെങ്കിൽ മാത്രമേ വിളകൾക്ക് നന്നായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇവ ഒരുപാട് കൂടിക്കിടക്കും, അത് വിളകൾക്ക് അത് ദോഷമായിട്ടും സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇപ്പം നന്നായിട്ട് ഇളക്കി അതിനുശേഷം ഞാൻ എടുക്കുന്നത് ഹൈ ഡെൻസിറ്റി പോളിയസ്റ്റർ എന്ന് പറയുന്ന HDPE ഗ്രോ ബാഗാണിത്. ഇത് നമുക്ക് ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ നന്നായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഗ്രോ ബാഗ് വാങ്ങിക്കുകയാണെങ്കിൽ 1 വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ഗ്രോ ബാഗൊന്നും ഒരു വർഷം പോയിട്ട് 6 മാസം പോലും പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകൾ ഭാഗം ഇരിക്കും, താഴ്ഭാഗം നമ്മൾ എന്തെങ്കിലും നീക്കാൻ എടുത്ത് മാറ്റുമ്പോൾ തന്നെ അവ അടിഭാഗം പൊട്ടി തറയിൽ പോകും. അപ്പോൾ അതെന്തിനാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏകദേശം 10 മുതൽ 20 രൂപ ഇപ്പോൾ 40 × 24 × 24 ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ 18 × 18 ഇഞ്ച് ഉള്ള ഹൈ ഡെൻസിറ്റി പോളിയസ്റ്റർ ഗ്രോ ബാഗാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് വെളിയിൽ പച്ചയും അകത്ത് ഈ ഒരു ഓറഞ്ച് കളറും ഉണ്ട്, പല കളറിലുള്ളതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇവ 4 തൊട്ട് 5 വർഷം വരെ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് അങ്ങനെ പൊട്ടത്തില്ല. 220 മേലാണ് ഇതിൻ്റെ GSM. മറ്റേ ഏകദേശം 150 മൈക്രോ അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ടാർപ്പായെക്കാട്ടിലും ശകലമല്ല ഇച്ചിരി നല്ല രീതിയിൽ കട്ടിയുണ്ട്, നല്ല കട്ടിയുണ്ട്. അതുപോലെ നല്ല സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ട്, നന്നായിട്ട് സ്റ്റിച്ചിങ് ഉണ്ട്. ഇതെല്ലാം ഉള്ളിലേക്കാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അതുപോലെ 1 ഇഞ്ച് വിട്ടിട്ടാണ് ഇതിൻ്റെ സുഷിരം വന്നിരിക്കുന്നത് മുകളിൽ. അപ്പോൾ നമുക്ക് വെക്കുമ്പോഴും അമിതമായിട്ട് വേരൊന്നും അടിയിലേക്ക് പോകത്തില്ല. അപ്പോൾ ഇതിനൊന്നും അങ്ങനെ വേരങ്ങ് അധികം പോകത്തില്ല. പക്ഷെ നമ്മൾ വേറെ എന്തെങ്കിലും വിളകൾ വെക്കുകയാണെങ്കിൽ അങ്ങനെ പോകും. എന്തുമായാലും ഇതിലേക്ക് നമ്മൾ ഇങ്ങനത്തെ നല്ലൊരു ഗ്രോ ബാഗ് എടുക്കുക. ഗ്രോ ബാഗോ ചാക്കോ നിങ്ങൾക്ക് എന്ത് വേണേലും എടുക്കാം. പിന്നെ നമുക്ക് ഒരു വൃത്തിക്കൂടെ ഉണ്ടെങ്കിൽ ഇത് നല്ലതാണ്. അതാകുമ്പോൾ 4 മുതൽ 5 വർഷം വരെ ഇത് ഏകദേശം ഇരിക്കും. ഇതിന് ഈ ഒരു ഗ്രോ ബാഗിന് ഏകദേശം 120 രൂപ വിലയുണ്ട്. നമുക്ക് ഓൺലൈനാണെങ്കിൽ ചില സമയത്ത് നല്ല വിലക്കുറവ് കിട്ടും. അത് നോക്കി വാങ്ങിക്കണം. ഇത് 18 × 18 ആണ്. 12 × 12 എന്നുള്ളതായിരിക്കും അവർ സാധാരണ ഗ്രോ ബാഗ് വെച്ചത്. അത് നമുക്ക് ഈ 40 × 24 ഗ്രോ ബാഗിൻ്റെ അത്രയും സൈസ് ഇല്ല. അതിനകത്ത് അത്രയും കൊള്ളുന്ന മണ്ണ് ഈ പച്ച 12 × 12 കൊള്ളില്ല. നിങ്ങൾ മിനിമം ഒരു 15 × 15 എങ്കിലും മിനിമം വാങ്ങിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു സാധാ ഗ്രോ ബാഗ് വെക്കുന്ന അത്രേ മണ്ണ് അതിനകത്ത് നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെച്ചതിനകത്തേക്കാണ് ഞാൻ ഇനി ഇടാൻ പോകുന്നത്. ആദ്യമേ ചെയ്യേണ്ടത് ഈ ഒരു മിക്സ് ചെയ്ത മണ്ണ് ഇതിലേക്ക് ശകലം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇങ്ങനെ ശകലം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇങ്ങനെ ശകലം ഇട്ടതിന് ശേഷം ഇനി ചെയ്യേണ്ടത് ഇങ്ങനെ ഇട്ടു. അപ്പോൾ ഇതിൻ്റെ ഗുണം കണ്ടോ, ഇത് നമ്മൾ എങ്ങനെ എടുത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് വട്ടത്തിൽ തന്നെ ഇരിക്കും. മറ്റേ ഗ്രോ ബാഗിൻ്റെ വിട്ട് അകത്തേക്കൊന്നും ഒന്നും നമുക്ക് തള്ളി മാറ്റേണ്ട ആവശ്യമില്ല. അതിനുശേഷം മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കരിയില. ഇപ്പോൾ നമുക്ക് സുലഭമായിട്ട് കരിയില കിട്ടും. കരിയില ഏറ്റവും നന്നായിട്ട് പൊട്ടാഷ് അടങ്ങിയ ഒരു മിശ്രിതമാണ്. അപ്പോൾ നമുക്ക് ഈ കരിയില എന്ന് പറയുന്നത് വെറുതെ കത്തിച്ച് കളയാതെ, ഇപ്പോഴത്തെ ട്രെൻഡാണ് ചുമ്മാ കരിയില കിട്ടുന്നത് മൊത്തം കൂട്ടിയിട്ട് കത്തിക്കുക. അത് നിങ്ങൾക്ക് ചാക്കിനകത്ത് വാരി വെച്ചാൽ ഇതേപോലെ ഉപയോഗപ്പെടും. അപ്പോൾ നമുക്ക് എത്രത്തോളം കരിയില ഇട്ടാലും ഈ കരിയില അതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് പിടിഞ്ഞോളും. ഏകദേശം 3 മാസത്തോളം എടുക്കും നമ്മൾ ഈ നടുന്ന കൂർക്ക വിളവാവാൻ. അപ്പോൾ ആ സമയത്തേക്ക് ഇത് ഈ ഇട്ട കരിയില എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഇത് ഏകദേശം നല്ല വളമായിട്ട് മാറും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഗ്രോ ബാഗിൽ നമുക്ക് അമിതമായിട്ടുള്ള ഭാരവും വരുന്നില്ല. ഇത് നമുക്ക് നല്ല രീതിയിൽ മണ്ണിന് നല്ല ഇളക്കവും കിട്ടും, അതേപോലെ തന്നെ വായുസഞ്ചാരവും കിട്ടും, അതുപോലെ നമുക്ക് ഇതിനകത്ത് നിന്ന് നല്ല വിളവും കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ മിക്സാക്കി വെച്ചത് നമ്മളിങ്ങനെ ഇടുക. ഇങ്ങനെ ഇട്ട് ശകലം വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ടങ്ങ് താഴും. അതുപോലെ തന്നെ ഇതിന് മണ്ട വരെ നിറയ്ക്കില്ല. നമ്മൾ കൂർക്ക തലപ്പ് നട്ടതിന് ശേഷം കുറച്ച് ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ പിന്നെയും
ശകലം ഈ പറയുന്ന കമ്പോസ്റ്റ് വളങ്ങൾ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് കൊടുക്കാം. അടുക്കള മാലിന്യമൊക്കെ കമ്പോസ്റ്റ് ആക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അവയൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കമ്പോസ്റ്റ് ആകുമ്പോൾ നല്ല വളർച്ച കിട്ടുകയും ചെയ്യും, നല്ല പോലെ കൂർക്ക ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ രീതിയിൽ ഒരു ലെയറാണ് നല്ലപോലെ ഇട്ടത്. ഒരു ലെയർ കരിയിലയിലേക്ക് ഇട്ടു. ഇനി അതിൻ്റെ ശേഷം പിന്നെയും ഒരു ലെയർ കൂടെ നന്നായിട്ട് കരിയില മുകളിലേക്ക് ഇടണം. കരിയിലയിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടെ നന്നായിട്ട് ഇടുകയാണ് വേണ്ടത്. കരിയില ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെയൊന്നും വിഷയമില്ല. അപ്പോൾ കരിയില കത്തിക്കാതിരിക്കുകയും ചെയ്യാം, നല്ല വളവുമാവും, നമുക്ക് നല്ല വിളവും കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഇനി ഇതിന് മുകളിലേക്ക് അങ്ങ് ഈ മണ്ണിടുകയാണ്. ഈ മണ്ണിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഇടുക. ഇനി ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ നടുന്നതിന് മുമ്പായിട്ട് ഇതിനെ ഒന്ന് പിടിച്ചുറപ്പിക്കണം. ഇത് കരിയിലയോടെ ഇടുമ്പോൾ ഇവ ചെറുതായിട്ട് ഒന്ന് വളയുന്നുണ്ടോ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് പൊക്കാനൊന്നും വലിയ പ്രയാസമില്ല. അപ്പോൾ ഈ നല്ലപോലെ മണ്ണിളകി കിടക്കുമ്പോഴും ഈ വളം വലിച്ചെടുക്കാൻ ഇതിന് പ്രയാസം വരത്തില്ല. അതുപോലെ തന്നെ കൂർക്കയ്ക്ക് നന്നായിട്ട് വെള്ളം ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ പെട്ടെന്ന് ഇതിൻ്റെ തണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം കൂർക്കയ്ക്ക് ആവശ്യം കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി വേര് താഴോട്ട് പോവുകയും ചെയ്യും. പടർന്നു പോകുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യാം. വേനൽക്കാലം ആകുമ്പോഴാണ് നന്നായിട്ട് ഇവ പിടിക്കുന്നത്. വേനൽക്കാലം മാത്രമല്ല, മഴക്കാലത്തും പിടിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രോബാഗിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ലപോലെ നന കൊടുക്കണം. അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി അതിന് ശേഷമാണ് ഈ കൂർക്ക തലപ്പുകൾ നടുന്നത്. ഞാൻ ഇങ്ങനത്തെ കൂർക്ക തലപ്പുകളാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, നട്ടിരുന്നതാണ്. ഇത് പിഴാനൊരൽപ്പം താമസിച്ചു പോയി. എന്നിട്ട് ഇങ്ങനത്തെ കൂർക്കകൾ തലപ്പുകൾ ഇങ്ങനെ എടുക്കുക, ഇങ്ങനത്തെ പിരിച്ചെടുക്കുക. ഇത് നടാൻ പറ്റും, ഞാനതങ്ങ് എടുക്കുന്നില്ല. അതിനുശേഷം രണ്ട് രീതിയിൽ കൂർക്ക നടാറുണ്ട്. ഇങ്ങനെ നടും, അതായത് നേരെ മുകളിലേക്കാക്കി നടും, കിടത്തി നടും. ഞാൻ കൂടുതലും ചെയ്യാറ് കിടത്തിയാണ് നടുന്നത്. കിടത്തി നടുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ ഓരോ മുട്ടിന് വേരിറങ്ങുകയും ചെയ്യും. അതുവഴി നമുക്ക് നല്ല രീതിയിൽ കൂർക്ക കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് മണ്ടഭാഗം മാത്രം വെച്ച് ശേഷം ഇങ്ങനെ ഇവയിലേക്ക് മണ്ണിട്ട് കൊടുക്കുക. ഒരു പ്രാവശ്യം ഇങ്ങനെ ഇട്ടു. അതിനുശേഷം അടുത്ത കൂർക്ക തലപ്പുകൾ എടുക്കുക. അടുത്തതെടുത്തിട്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ നമുക്ക് ഒരു ഗ്രോ ബാഗിലേക്ക് ഏകദേശം ഒരു 5-6 തലപ്പ് നല്ല രീതിയിൽ ഇട്ടാൽ മതി. പിന്നീട് ഇതിനെ വളർച്ചയ്ക്കനുസരിച്ച് മണ്ണും കമ്പോസ്റ്റ് വളങ്ങളും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ ചെയ്തു. ഇനി അടുത്തത് ഇങ്ങോട്ടേക്ക് വെക്കുക. അപ്പോൾ ഇതിൻ്റെ തണ്ടിനൊന്നും കൊണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും ആശങ്കപ്പെടേണ്ടതില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെക്കുമ്പോൾ തന്നെ ഇവയിലേക്ക് വേരുകൾ പെട്ടെന്ന് തന്നെ ഉണ്ടായി വരും. അപ്പോൾ ഇങ്ങനെ നട്ടു. ഇനി അടുത്ത ഇതിനെ ഇങ്ങനെയാണ്. ആദ്യം നടുമ്പോൾ ഒന്നും ഇതിനൊന്നും ശക്തിയൊന്നും കാണത്തില്ല. പിന്നീട് നമ്മൾ വെള്ളമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഇവയുടെ വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ നട്ടിട്ട് ചാണകവും അതുപോലെ നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ നൽകരുത്. കൂർക്ക തലപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ നൈട്രജൻ കൂടിയ വളങ്ങൾ ചേർക്കാവൂ. അല്ലെങ്കിൽ നമുക്ക് വിളവുണ്ടാവത്തില്ല. ഇത് നല്ലപോലെ അങ്ങ് ഇതിൻ്റെ ചെനപ്പ് അങ്ങ് ഉണ്ടായിപ്പോവും. പക്ഷെ നമുക്ക് ഇത് പിഴുന്ന് നോക്കി കഴിയുമ്പോൾ കൂർക്കയൊന്നും കാണത്തില്ല. അതുകൊണ്ടാണ് പലരും കൂർക്ക കൃഷിയിൽ നിന്ന് പിൻവാങ്ങുന്നത്. രാസവളമൊക്കെ വാരിയിട്ട് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാഷ് വളങ്ങളല്ല കൊടുക്കുന്നതെങ്കിൽ ഇവയെല്ലാം നല്ല രീതിയിൽ കാണുമ്പോൾ നല്ല വളർച്ച തോന്നും. പക്ഷേ നമുക്ക് കിട്ടുന്നത് വിളവെന്ന് പറയുന്നത് വളരെ തീരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ എടുത്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടും. അപ്പോൾ എന്തുവാ ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് തന്നെ അങ്ങ് നടുകയാണ്. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ മണ്ണിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഒരു കൂർക്കയുടെ വില എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഈ സമയത്ത് ഏകദേശം 100 രൂപ അടുപ്പിച്ച് വിലയുണ്ട്. അതായത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിളയാണ് ഈ കൂർക്ക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ സിമ്പിൾ ട്രിക്കുകൾ ഉണ്ടാക്കിയാൽ അതുകൊണ്ടുണ്ട്. ഇതിന് ഈ ചാരവും മറ്റുള്ള കമ്പോസ്റ്റുകളും അതുപോലെ കരിയിലയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരുപാട് ഭാരമൊന്നുമില്ല. ഇനി ഇതിന് ശേഷം എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ചെനപ്പ് പൊട്ടിയതിന് ശേഷം ശകലം കൂടെ കമ്പോസ്റ്റും ഇട്ട് മണ്ണും ഇട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. 3 മാസമാണ് ഏകദേശം ഇതിൻ്റെ വിളവ് എടുക്കേണ്ട സമയം. 3 മാസമാകുമ്പോൾ ഇവയുടെ തണ്ടുകൾ ഉണങ്ങി അതായത് ഉണങ്ങി അങ്ങ് പിന്നെ പട്ടുപോകും. ഉണങ്ങിപ്പോലെ പട്ടുപോകുമ്പോഴാണ് നമ്മൾ സാധാരണ ഇതിൻ്റെ വിളവെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് പറയുന്നത് 2 ഗുണമുണ്ട്. നമുക്കിപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിലും പന്നിശല്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം പന്നി കുത്തത്തുമില്ല. ഗ്രോബാഗിലോട്ടാകുമ്പോൾ പന്നി കുത്തത്തില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതായാലും വേലി പോലെ കെട്ടിയിട്ടൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും നമ്മൾ നന്നായിട്ട് ഇതിനെ വളർത്തിയെടുക്കണമെങ്കിൽ വെയിൽ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ വെയിൽ ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. ഈ വിളയ്ക്ക് വെയിലുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ കൂർക്ക ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതിനെ ഇനിയെടുത്ത് വെയിലത്ത് കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ എന്തുവായാലും ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ നല്ല വിളവ് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.